എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജീവന്റെ നിയമങ്ങളുമായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിയമങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രതിഭാസങ്ങളും. നിയമങ്ങളും പ്രതിഭാസങ്ങളും നമ്മൾ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. ഓരോ നിയതമായിട്ടുള്ള നിയമങ്ങളുണ്ട് ശരീരത്തിന്, ജീവന്. അപ്പൊ ആ നിയതമായ നിയമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ച് ആ സമയത്ത് ഉണ്ടായി വരുന്ന ഗുണഗണങ്ങളെയാണ് പ്രതിഭാസങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ യൂട്ടിലൈസേഷൻ എന്നുള്ള ലോ ഓഫ് യൂട്ടിലൈസേഷൻ എന്നുള്ള ഒരു ഇതിനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് the law of utilization states that the body uses only what it is ready for. അപ്പോൾ ജീവന്റെ ഇന്റലിജൻസ്, ആ ബുദ്ധി എങ്ങനെയൊക്കെ പ്രകടമാക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഈ സീരീസ് പരമ്പര മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ജീവന് അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഉപയോഗ നിയമവും പ്രതിഭാസങ്ങളും. ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ ഒരു പദാർത്ഥത്തെയോ പ്രക്രിയയോ ശരീരം എപ്രകാരമാണോ സ്വാഭാവികമായി ഉപയോഗിക്കുന്നത്, രോഗാവസ്ഥയിലും അപ്രകാരം മാത്രമേ അവയെ ഉപയോഗിക്കാൻ അതിന് കഴിയൂ. ഇതാണ് ഉപയോഗ നിയമം. രോഗാവസ്ഥയിലാണെങ്കിൽ പോലും ശരീരം സജ്ജമല്ലാത്തതോ അല്ലെങ്കിൽ അതിന് ശേഷിയില്ലാത്തതോ ആയ ഒന്നിനെയും പ്രയോജനപ്പെടുത്താൻ ശരീരത്തിന് കഴിയില്ല എന്ന് ഈ നിയമം പറയുന്നു. ഈ നിയമപ്രകാരം രോഗമുണ്ടെന്ന കാരണത്താൽ മാത്രം മരുന്നുകൾ പോലുള്ള അന്യപദാർത്ഥങ്ങളെ ഉപയോഗിക്കാൻ ശരീരത്തിന് കഴിയില്ല. സന്നദ്ധത, പൊരുത്തപ്പെടാനുള്ള കഴിവ്, ശാരീരിക ശേഷി എന്നിവയെ ആശ്രയിച്ചാണ് ഒരു പദാർത്ഥത്തിൻ്റെ വിനിയോഗം നടക്കുന്നത്. തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, ജൈവികമായ അനുയോജ്യം, പ്രവർത്തന സജ്ജത എന്നിവയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ. ഒരു പദാർത്ഥത്തെ ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ ശരീരം അതിനെ നിരസിക്കുന്നു. നോക്കാനും ഛർദി, പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ കഴിയാതിരിക്കുക, അസഹിഷ്ണുത, ബലമില്ലായ്മ എന്നിവ ഈ നിയമത്തിൻ്റെ പ്രകടനങ്ങളാണ്. ഭക്ഷണം, വായു, ജലം, വിശ്രമം, ഊർജം എന്നിവ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ മാത്രമാണ് രോഗശാന്തി സംഭവിക്കുന്നത്. വിനിയോഗത്തിലൂടെ സംരക്ഷണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി തനിക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയായ മാത്രമേ ജീവൻ സ്വീകരിക്കുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഈ നിയമത്തിൻ്റെ ഒരു സാരം എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ നിയമം യൂണിവേഴ്സലായിട്ടാണ് ഇത് നിയമങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ആരോഗ്യമുള്ളപ്പോഴും പ്രവർത്തിക്കുന്ന രീതി തന്നെയാണ് അനാരോഗ്യത്തിലും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ കണ്ടന്റ്. അപ്പം രോഗാവസ്ഥയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളൊരു രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ മരുന്നുകളിന് അതിനുള്ള ശേഷിയില്ലെന്നുള്ളത് പല നിയമങ്ങളോടും മനസ്സിലാക്കുന്നുണ്ട്. മരുന്നുകളല്ല ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, ശരീരമാണ് മരുന്നിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ശരീരമാണ് മരുന്നിൻ്റെ പ്രവർത്തിക്കുന്നത്. ഈ നിയമം അനുസരിച്ചിട്ട് ശരീരം ആ മരുന്ന് അസുഖമില്ലാത്ത അവസ്ഥയിലും എങ്ങനെ പ്രവർത്തിക്കുന്നോ ആ രീതിയിൽ തന്നെ ആയിരിക്കും അസുഖമുള്ള അവസ്ഥയിലും പ്രവർത്തിക്കുന്നത്. അസുഖമില്ലാത്ത അവസ്ഥയിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ഫലങ്ങൾ തന്നെ ആയിരിക്കും ഇത് അസുഖമുള്ളപ്പോൾ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ഫലങ്ങൾ. അപ്പം അങ്ങനെയുള്ള നമ്മൾ ശരീരത്തിന് സജ്ജമല്ലാത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അതിൻ്റെ ശേഷികളെ അതിനെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ശേഷികളെ തിരിച്ചറിയുന്ന അനുസരിച്ചിട്ട് നമ്മൾ അതിന് സ്യൂട്ടബിൾ അല്ലാത്തതൊന്നും അത് ശരീരം എടുക്കില്ല എന്നുള്ള ഒരു നിയമം പറയുന്നുണ്ട്. അപ്പോൾ ആ സ്യൂട്ടബിൾ അല്ലാത്തത് ആരോഗ്യ അവസ്ഥയിലും എടുക്കില്ല, അനാരോഗ്യത്തിൻ്റെ അവസ്ഥയിലും എടുക്കില്ല. അപ്പം ഈ മരുന്നുകൾ പോലുള്ള അന്യ പദാർത്ഥങ്ങൾ അതുകൊണ്ടാണ് ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഈ രാച്ചുറപ്പതി അനുസരിച്ചിട്ട് പറയുന്നത്. പക്ഷെ അത് ആ രീതിയിലുള്ള ഒരു ഇതല്ല പൊതുലോകത്തുള്ളത്. പൊതുലോകത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൊണ്ട് മാത്രമേ സുഖപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ളത്. അതിനെ മറിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധ്യം മാറ്റിയെടുക്കാനുള്ള ഒരു
ഒരു വിവരണമാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിന് ഒരു സന്നദ്ധ, ഏത് പദാർത്ഥത്തിനോടും അത് റിസീവ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം. അതുപോലെ പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, ഒരു ശേഷി ഉണ്ടായിരിക്കണം, അതിനെ പ്രോസസ്സ് ചെയ്ത് യൂട്ടിലൈസേഷൻ ചെയ്യാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കഴിവനുസരിച്ചിട്ടാണ് അതിൻ്റെ വിനിയോഗം നടക്കുന്നത്. അപ്പോൾ തിരിഞ്ഞെടുക്കാനുള്ള കഴിവ്, ജൈവികമായിട്ടുള്ള അനുയോജ്യം, പ്രവർത്തന സജ്ജത, ഇതാണ് അതിൻ്റെ ആക്ച്വലി അൽഗരിതം അവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളെ, അതിന് സൂട്ടബിൾ ആയിട്ടുള്ള പദാർത്ഥങ്ങളെ ശരീരം ഉപയോഗിക്കും. അത് രോഗാവസ്ഥയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ അല്ലാത്ത സമയത്ത് ഉപയോഗിക്കും. അപ്പോൾ രോഗാവസ്ഥയിൽ ഇല്ലാത്തപ്പം മരുന്ന് കഴിച്ചാൽ ഉള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ സമയത്തും ഇല്ലാത്ത സമയത്തും ഉണ്ടാകുന്നാലും ആ സെയിം പ്രശ്നങ്ങൾ വരും. അന്നേരം ശരീരത്തിന് സൂട്ടബിൾ അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ശരീരം അതിനെ റിജക്റ്റ് ചെയ്യാൻ നോക്കും. ഇവിടെയും അത് റിജക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ഇവിടെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ ഹാക്ക് പോലെ നടക്കുന്നുണ്ട്. അതായത് ശരീരത്തിന് ആ സമയത്ത് വൈറ്റാലിറ്റി അല്പം കുറവായിരിക്കും, അല്പം ഊർജ്ജം കുറവായതുകൊണ്ട് അതിൻ്റെ റിയാക്ഷന് അതിന് അല്പം കുറവായിരിക്കും. എന്നാലും ശരീരം അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല, അതിന് തിരസ്കരിക്കാനാണ് സാധ്യത. അപ്പോൾ ചിലതൊക്കെ അതിനെ ഉപയോഗിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ പാരസെറ്റമോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, പാരസെറ്റമോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെർവ് സിസ്റ്റത്തെയാണ് അത് ഹാക്ക് ചെയ്യുന്നത്. നെർവ് സിസ്റ്റത്തിൻ്റെ ആ മെസ്സേജിങ്ങിൻ്റെ റൂട്ടിൽ അതിൽ ഹാക്ക് ചെയ്തിട്ട് അത് പെയിൻ കുറയ്ക്കുന്നു. പിന്നെ ബ്രെയിനിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് അത് ഹാക്ക് ചെയ്തിട്ട് അതിൻ്റെ ബ്രെയിനെ അറിയാതിരിക്കാൻ ഇരിക്കുന്നു. അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെയും ആ രണ്ട് പാർട്ടിലും അവിടെ അത് ഹാക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് ക്യൂറല്ല. രോഗ സിംറ്റത്തിനെ തല്ലിക്കെടുത്തുക എന്നുള്ള ഒരു രീതിയാണ് അത് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ക്യൂറായിട്ട് വരുന്നില്ല. ശാന്തി സംഭവിക്കണമെങ്കിൽ ശരീരത്തിന് ഉപയോഗിക്കാവുന്ന പദാർത്ഥങ്ങൾ ശരീരത്തിൽ ചെന്നിട്ട് ആ സമയത്ത് എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ ആ പദാർത്ഥം മാത്രമേ ശരീരത്തിന് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇപ്പോൾ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതും അതിനാവശ്യമുള്ളതും അതിന് പ്രവർത്തന സജ്ജമായിട്ടുള്ളതും മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ. ബാക്കിയുള്ളതിനെ തിരസ്കരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് പാരസെറ്റമോൾ അത് കഴിച്ചാലും മരുന്ന് പനി കുറയുന്നു എന്നുള്ളതല്ലാതെ രോഗകാരണം അവിടെ ഇല്ലാതാകുന്നില്ല. അപ്പം ഈ രീതിയിൽ നമ്മളിതിനെ മനസ്സിലാക്കണം. പുറത്തുനിന്നുള്ള എന്തിൻ്റെയും ആ ഉപയോഗം നടക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ഓൾറെഡി അതിനുള്ള ആ സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. പ്രവർത്തനം സജ്ജമായിട്ടുള്ളതും ശരീരത്തിന് ഉപയോഗപ്രദമായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അതിനെ ഉപയോഗപ്രദമാകാൻ പറ്റുള്ളൂ. അപ്പോൾ മരുന്നിൻ്റെ ആയിട്ടുള്ള ആ കഴിവുകൾ നമ്മൾ വിശ്വസിക്കുന്ന കഴിവുകൾ മരുന്നിനില്ല. മരുന്നിന് വെറുതെ അതിൻ്റെ അവിടെ സംഭവിക്കുന്ന ബോഡിയിലുള്ള ആ റിയാക്ഷൻ, ആ സമയത്തെ ആ സിംറ്റംസിനെ ഒന്ന് സപ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ ഫങ്ഷൻ നടക്കുന്നുള്ളൂ. ഈ ഒരു ബോധ്യം നമുക്ക് മനസ്സിലായിരിക്കണം. എപ്പോഴും മരുന്നിൻ്റെ പുറത്തുള്ള ഓവർ ഡിപ്പെൻഡൻസ് കൂടുതലാണ്. അതിന് ഒന്ന് നമ്മൾ കരുതി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.